നല്ല മുരിഞ്ഞ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്, ഒരു നോൺ വെജ് സ്നാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്കിതിലേക്ക് 1 കപ്പ് കക്കയിറച്ചിയാണ് വേണ്ടത്. ഇത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുത്താണ്. ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായി അരിഞ്ഞതും 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 സവാളയാണ്, അത് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കളറൊന്നും മാറാൻ നിൽക്കണ്ട, നല്ല ഒരു സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, അതും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കക്കയിറച്ചി ചേർത്ത് കൊടുക്കാം. ഇറച്ചിയിൽ ഈ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം, അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. 2 പൊട്ടറ്റോ ഒരു 5 വിസിൽ വരുന്നവരെ വയ്ക്കും. കുക്കറിൽ വേവിച്ച് ഉടച്ചെടുത്തേക്കുന്നതാണ്. കുറച്ച് ഉപ്പും ചേർത്താണ് അത് വേവിച്ചെടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ബ്രെഡിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. 1 പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടെ ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് ഒന്ന് എടുക്കണം. ഇനി നമുക്ക് ഇത് കയ്യിലൊന്ന് ഓയിൽ പുരട്ടിയതിന് ശേഷം ഇതൊന്ന് ഉരുളകളാക്കി ഒന്ന് പരത്തുന്നുണ്ട്. ഒരു തവിയിൽ ഇതേപോലെ ഒന്ന് ആ ഒരു ഷേപ്പിലാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. ഇതാ ഇങ്ങനെ കിട്ടും. നമ്മൾക്ക് റൗണ്ട് ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും അത് പരത്തിയെടുക്കാം. ഇനിയും ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആദ്യം മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലും മുക്കി ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളറ്, കരിഞ്ഞ് പോകരുത്, ഒരു ബ്രൗൺ കളറായി വരുമ്പോഴേക്ക് നമുക്ക് എടുത്തു മാറ്റാം. അപ്പോൾ നല്ല ചൂടായ എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വറുത്ത് എടുക്കാം. അപ്പോൾ ആദ്യത്തേത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് ഉള്ളൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ ഒരെണ്ണം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പം നമുക്കിത് കെച്ചപ്പൊക്കെ കൂട്ടി കഴിക്കാം. നല്ല ചൂട് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.